എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വെറും ഒരു ബ്രെഡല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി പിസ്സയുടെ ഫില്ലിങ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ്. നമ്മൾ സാധാരണ പിസ്സ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റാണ്, നല്ല ചീസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രെഡ് തയ്യാറാക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല മുടിയൊക്കെ പിന്നിട്ടേക്കുന്ന പോലത്തെ ഒരു ബ്രെഡാണ്. നല്ല പഞ്ഞിയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ബ്രെഡിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഫില്ലിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാനായിട്ട് നല്ല രസം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈസ്റ്റ് വേണം. നമ്മൾ ഇന്നിവിടെ ഫ്രഷ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. ഞാനിവിടെ 8 ഗ്രാം ഫ്രഷ് ഈസ്റ്റിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ്, ഒരു 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഈസ്റ്റ് ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഈസ്റ്റ് നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് 250 ഗ്രാം മൈദയാണുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 മുട്ടയാണ്. ഒരു വലിയ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ്, അതിൻ്റെ ആ ഒരു കൂട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും അതുപോലെ ചെറിയ ചൂടുള്ള പാലോ വെള്ളമോ ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 120 മില്ലി പാലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പാൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ എണ്ണയ്ക്ക് പകരം ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉപ്പുള്ള ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റാണ് ഇതിൻ്റെ കുഴയ്ക്കലിൻ്റെ സമയം. നമുക്കൊരു സ്റ്റാൻഡ് മിക്സറോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഈ മാവ് പൊതുവേ നല്ലൊരു ലൂസായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ അത് കുഴച്ച് വരുമ്പം ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഒരുപാടങ്ങ് ലൂസാണ്, നിങ്ങൾക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് കുഴയ്ക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നല്ല ഇലാസ്റ്റിക്കായിട്ട് വരണം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മാവിൻ്റെ പുറത്തും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതുപോലെ ഇതിനി ഒരു നനഞ്ഞ ടവലിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫ്രഷ് ഈസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഈസ്റ്റ് നല്ലതാണ്, ഈസ്റ്റിൻ്റെ ചൊവയേ വരില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായും കിട്ടും. ഞാനിവിടെ ഒരു നനഞ്ഞ ടവലിട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം. നമ്മളിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഈ മസാല നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ വേവുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇടയ്ക്കൊന്ന് വേവായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ വെളുത്തുള്ളിയുടെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി പൊടി എടുക്കുന്നുണ്ട്. ഇഞ്ചി ഇടണമെന്നും നിർബന്ധമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ
ബ്രെഡാണ്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ തക്കാളി ഒരു പ്രഷർ കുക്കറിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഇതിന് ബ്ലാഞ്ചിങ് എന്നാണ് പറയുന്നത്. ടൊമാറ്റോ നന്നായിട്ട് കുക്കാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. നമ്മൾ തൊലിയും അതിൻ്റെ തണ്ടും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക. അപ്പം നമ്മളിതുപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻ വറുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മിൻസ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയുടെ തൊലിയും അരിയും അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അത് കളഞ്ഞിട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സോസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ, ബേസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്കിത് ഈക്വലായിട്ടുള്ള 6 ഉരുളകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എയർ ബബിൾസ് കളയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിലുള്ള ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതുപോലെ 6 ഷേപ്പിലുള്ള ഇതായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ 6 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉരുള എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്നുകൂടെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഓരോ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് നീട്ടി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അളവിൽ 2 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഉരുളകൾ ഒരേപോലെ നീളത്തിൽ ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് മുടി പിന്നുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഈ ബ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ 3 ഉരുളകൾ ഒരേ സമയം ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് തന്നെ ഇത് നീട്ടിയെടുക്കുക. അപ്പോൾ 3ഉം ഒരേ അളവിൽ നീട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 2 നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 3ഉം ഇതുപോലെ നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് തണുത്ത ആ ഒരു പിസ്സയുടെ സോസാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ചീസിന്, നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാപ്സിക്കം, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പം ചിക്കനും മോസറല്ലയും സോസും മാത്രമേ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒറിഗാനോ, ബേസിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുണ്ടെങ്കിൽ നല്ലൊരു ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഓരോ ഇതും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സോസ് ഇട്ടിരിക്കുന്ന കാരണം അതൊരു പശ പോലെ ആക്ട് ചെയ്യും. അതുപോലെ നന്നായിട്ട് ഇത് കവറായി ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനം 2 സൈഡും ഒന്ന് മടക്കിയിട്ട് ഒന്ന് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ 3 എണ്ണമായി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം 3ൻ്റെയും കൂടെ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് വെക്കുക. മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുടി പിന്നുന്ന പോലെ ഒന്ന് ബ്രെയ്ഡ് ചെയ്തെടുക്കുക. മുടി പിന്നാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്.
അപ്പോൾ അതുപോലെ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് പിന്നെടുക്കാം. ഇത് നിങ്ങൾക്ക് പിന്നാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ മുടി പിന്നുന്ന പോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ കാണാനായിട്ട്. അവസാനം വന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രെഡ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ 3 ഉരുള വെച്ചിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിത് രണ്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒരു അരമണിക്കൂർ ഒന്ന് കവർ ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഒരു മുട്ടയുടെ മഞ്ഞ വേണം ഈ 2 ബ്രെഡിലും കോട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ബ്രെഡിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഓവൻ 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് വെള്ള കളറിലുള്ള എള്ള് ഒന്ന് വിതറിക്കൊടുക്കാം. ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഒക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇനി ബേക്ക് ചെയ്യാനായിട്ട് സമയമായി. അപ്പോൾ നമ്മളിതൊരു 180 ഡിഗ്രിയിൽ 18 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറവും വന്നിട്ടുണ്ട്. എടുത്ത പാടെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ബണ്ണിരിക്കും. അപ്പോൾ കാണാനും കഴിക്കാനും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പിസ്സ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്